ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണമല്ലെന്ന നിഗമനം. ബോംബ് പൂർണ്ണമായും വികസിപ്പിച്ചിട്ടില്ലായിരുന്നു. വാഹനം ഓടിച്ചാൽ പരിഭ്രാന്തിയിൽ സ്ഫോടനം നടത്തിയെന്നാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി ANA റിപ്പോർട്ട് ചെയ്യുന്നത്. എസ് വിജയകുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. വിജയകുമാർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വിവരം കൂടുതൽ ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ്? ഇതിൽ ഈ വാർത്താ ഏജൻസി ഡൽഹി പോലീസിലെയും NIA ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം തയ്യാറാക്കിയ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഈ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ഫോടനം, ഈ ബോംബ് ആക്രമണം ഒരു ആത്മഹത്യാ ബോംബർ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾ തയ്യാറാക്കിയ ഒരു പദ്ധതി അല്ല എന്നാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. അതിന് കാരണമായി അവർ പറയുന്നത് ഈ ആത്മഹത്യാ ബോംബ് തയ്യാറാക്കുക അല്ലെങ്കിൽ സൂയിസൈഡ് ഏതെങ്കിലും തരത്തിൽ ആ നിലയിൽ ഒരു ചാവേർ ബോംബാക്രമണം നടത്തുന്നയാൾ ഈ ബോംബാക്രമണത്തിന്റെ തീവ്രത കൂട്ടാൻ വേണ്ടി ഈ ബോംബ് സ്ഥാപിക്കുമ്പോൾ അതിൽ ഈ ചീളുകളും ആണികളും അതുപോലെ തന്നെ മാരകമായി മുറിവേൽപ്പിക്കുന്ന വസ്തുക്കളുമൊക്കെ ധാരാളമായി ഇത് കുത്തി നിറയ്ക്കാറുണ്ട്. പക്ഷേ ഇതിൽ അത്തരമുള്ള യാതൊരു സാധനവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഇതൊരു പൂർണ്ണ ബോംബായി വികസിച്ചിരുന്നില്ല. ആ നിലയിൽ ഡിറ്റനേറ്ററുകളൊക്കെ ഘടിപ്പിച്ച് ഒരു പൂർണ്ണ ബോംബായി അത് മാറിയിരുന്നുമില്ല. അതുകൊണ്ട് ഒരു ബോംബ് തയ്യാറാക്കി പൂർണ്ണ ബോംബാക്കി കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടിച്ച് മാരക അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അയാൾക്ക് പദ്ധതി തയ്യാറാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും അയാൾക്ക് പിന്നാലെ ഉണ്ട് എന്നത് അന്ന് രാവിലെ മുതൽ ഇപ്പോൾ ഈ 3000 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റും അതിന്റെ വിവരങ്ങളും പുറത്തു വന്ന ഔദ്യോഗികമായി ഡൽഹി പോലീസ് പുറത്തുവിട്ട ദിവസമാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവിടെ അറസ്റ്റിലായ ഡോക്ടർമാരടങ്ങിയ 7 അംഗ സംഘത്തിൽ നിന്നും 2 പേർ മിസ്സിംഗ് ആണെന്ന് അവർ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ 2 പേർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നും അവർ സ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം ഡൽഹി പോലീസിന് കിട്ടി എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. ആ തെരച്ചിലിൽ പരിഭ്രാന്തനായി ഇയാളുടെ കയ്യിൽ ഇരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടി എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം എത്തുന്നത്. അതിനപ്പുറത്തേക്ക് മാരകമായ ആക്രമണം നടത്താനുള്ള ലക്ഷ്യമുണ്ടായിരുന്നെങ്കിലും അതിന് പറ്റുന്ന തരത്തിലേക്ക് അയാൾ തയ്യാറായിരുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള വിവരം എന്നാണ് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ANI റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.